എന്തൊക്കെ പറഞ്ഞാലും അത് അയ്യപ്പ വിശ്വാസികളെ വെച്ചാണല്ലോ ഈ കളികളൊക്കെ നടക്കുന്നത്. സ്വാഭാവികമായും 2018 സുപ്രീം കോടതി വിധി വന്നിട്ട് ഇതുപോലൊരു സെപ്റ്റംബർ മാസത്തിലാണ് ആ വിധി വന്നത്. അതിനുശേഷമാണ് ആകെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്. ക്ഷേത്ര പരിസരം പോലും സംഘർഷഭരിതമായ കാഴ്ച നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ അപ്പോൾ അതിനെ നവോത്ഥാനം എന്ന് വിളിച്ച് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ ഇപ്പോൾ അയ്യപ്പ ഭക്തരെ തൃപ്തിപ്പെടുത്താൻ എന്ന പേരിൽ നടത്തുന്ന ഈ അയ്യപ്പ സംഗമം ഇതിന് സത്യത്തിലൊരു കോൺട്രാഡിക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? അല്ല, കോൺട്രഡിക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്, അത് തർക്കമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധി വരുമ്പോൾ ആ വിധിയിലേക്ക് നയിക്കാൻ പാകത്തിൽ ആരൊക്കെ നിലപാടെടുത്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. കാരണം 2006 മുതൽ 2011 വരെ അധികാരത്തിലിരുന്ന LDF സർക്കാർ അതിനു മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിൻ്റെ പൊസിഷൻ മാറ്റിക്കൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്. ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകളെ കയറ്റുന്നതിനോട് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുള്ള അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ട്. ആ അഫിഡവിറ്റ് കൊടുക്കുന്നതിനും കാരണങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 980 വരെ അവിടെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അതിനുശേഷം ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനൊരു നിയന്ത്രണം അവിടെ വരുന്നത്. ആ നിയന്ത്രണം പലതവണ ലംഘിക്കപ്പെട്ടതായിട്ട് ചരിത്രമുണ്ട്. പല ഇൻസ്റ്റൻസസ് ഉണ്ട്. മാത്രമല്ല മുൻകാലത്ത് ഇങ്ങനൊരു സംഭവമേ അവിടെയില്ല. പിന്നെ ഈ പറയുന്ന ന്യായങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. അപ്പോൾ ഇതൊരു യുക്തിരഹിതമായ ഒരു സംഗതിയാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യവാങ്മൂലം തിരുത്തി കൊടുക്കുന്നത്. ആ സത്യവാങ്മൂലം പരിഗണിച്ചിട്ടാണ് സുപ്രീം കോടതി വിധിക്കുന്നത്. അപ്പോൾ അതിൽ 2006 മുതൽ 2011 വരെ അധികാരത്തിലിരുന്ന VS അച്യുതാനന്ദൻ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിനൊരു പങ്കുണ്ട് ആ വിധി വരുന്നതിൽ. അപ്പോൾ അതാണ് LDFൻ്റെയും CPMൻ്റെയും ഇക്കാര്യത്തിലുള്ള സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാട് 2018 പിണറായി വിജയൻ സർക്കാർ എടുത്തത്, CPM എടുത്തത്, LDF എടുത്തത്. അന്ന് അവർ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പുരോഗമനപരമായൊരു സംഗതിയാണ്, അതുകൊണ്ട് കേരളത്തിലെ സ്ത്രീകളുടെയും പുരോഗമനപരമായി ചിന്തിക്കുന്ന വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ പിന്തുണ കിട്ടും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഉണ്ടായത് നേരെ തിരിച്ചുള്ളൊരു സംഗതിയാണ്. കേരളത്തിലെ ഈ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ അനുകൂല മനോഭാവം മനസ്സിലാക്കുന്നതിൽ CPM അന്ന് പരാജയപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ CPM അന്ന് നവോത്ഥാനം എന്ന് പറഞ്ഞ് കേരളത്തിൽ ഉടനീളം ഈ പറയുന്ന വലിയ പ്രചാരണം നടത്തിയത്. സത്യത്തിൽ CPM അന്ന് നടത്തിയ പ്രചാരണം ശരിയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അവരിങ്ങനെ പൊളിറ്റിക്കലി ഈ ഗ്രൂപ്പ് എന്താ പറയുക വലിയൊരളവിൽ അങ്ങോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർക്കന്നും മനസ്സിലായിരുന്നില്ല. അന്നും മനസ്സിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്നും അവരിതെടുക്കുമായിരുന്നില്ല. നവോത്ഥാനം എന്ന് പറഞ്ഞ് വലിയ പ്രചാരണത്തിന് അന്ന് അവർ തയ്യാറാകുമായിരുന്നില്ല, അന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ വലിയ തോൽവി, ആ വലിയ തോൽവിക്ക് ശബരിമല മാത്രമല്ല കാരണം. അന്ന് 2019 രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടായേക്കാം എന്നുള്ള പ്രതീക്ഷ വലിയ തോതിലുണ്ടാകുന്നു. അത് കേരളത്തിലെ മറ്റേ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ കൂടെ ഭാഗമായിട്ടാണ് അന്ന് 19 സീറ്റിൽ UDF ജയിക്കുന്നത്. ഒപ്പം ഈ ശബരിമല ഒരു ചെറിയ ഫാക്ടറായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫാക്ടറിനെ CPM പരിഗണിക്കുന്നു. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും വലിയ പരാജയം CPMനും LDFനും ഉണ്ടാകുന്നു. ആ പരാജയത്തിൽ പക്ഷേ സവിശേഷമായ വേറൊരു ഫാക്ടർ കൂടിയുണ്ട്. BJPക്ക് പല മണ്ഡലങ്ങളിലും വലിയ തോതിൽ വോട്ട് കൂടുന്നു. കേരളത്തിലെ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-30ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നുമില്ല ആദ്യത്തെത്തുന്നു അല്ലെങ്കിൽ രണ്ടാമതെത്തുന്നു. അപ്പോൾ ഇതൊരു ഗൗരവമേറിയ പ്രശ്നമായിട്ട് CPM ഇപ്പോൾ കാണുന്നുണ്ട്. CPMന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു ചെറു വിഭാഗമെങ്കിലും BJPയിലേക്ക് ചായുന്നു. അതൊരു പ്രശ്നമായിട്ട് CPM മനസ്സിലാക്കുന്നുണ്ട്. അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയായിരിക്കാം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും അതിലൊരു രാഷ്ട്രീയമായ അപകടമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ച് അവരെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി ശരിയായ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ നമുക്ക് ഈ പറയുന്ന എന്താ പറയുക കുറുക്കുവഴി തേടേണ്ടി വരുന്നത്. എന്താണോ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ചെയ്തുകൊണ്ട് ഈ വോട്ട് ബാങ്കിനെ തിരിച്ചെടുക്കാം എന്ന് CPMും LDFും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അബദ്ധമായി തീരും എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം.